പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. കൃപയാൽ ഇന്ന് രാത്രിയിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിക്കുകയും അതേ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നാളിതുവരെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ ലൈവ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ലോകം മുഴുവൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് ആമേൻ പ്രഘോഷിപ്പാൻ കാലാകാലങ്ങളായി കർത്താവ് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളും ശുശ്രൂഷകന്മാരുമാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ കൃപയോർത്ത്, ആമേൻ, ദൈവത്തിൻ്റെ ആ സ്നേഹം ഓർത്താൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഈ കൊറോണ കാലയളവിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ സാധ്യതകളിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ ഇന്ന് രാത്രിയിലും കൃപ ലഭിച്ചവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മോട് ഒരുമിച്ച് ആമേൻ ആയിരുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത്ഭുതകരമായി അതിശയകരമായി ഇന്ന് പകലിലും സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മെ പാലിക്കുവാൻ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത എന്ന ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ആമേൻ ലോക്ക്ഡൗൺ ആമേൻ തുടങ്ങിയ ആ മാസം ആമേൻ 23-ാം തീയതി ആമേൻ അതെ ലൈവിലൂടെ ആമേൻ ദിവസവും ആമേൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. ആമേൻ. ആദ്യം എൻ്റെ പേരിൽ ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആമേൻ ദൈവവചനം ശുശ്രൂഷിച്ചത്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്രകാരം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനും അതിലൂടെ ആമേൻ ദൈവവചനം ശുശ്രൂഷിപ്പാനും കർത്താവ് കൃപ ചെയ്തു. ഏതാണ്ട് 5000 പേരോളം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫ്രണ്ട് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുവാൻ കാരണം, ഇന്നലെ കണ്ട പലരും ഇന്ന് കാണുവാൻ കഴിയാതെ മരത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ മരണമെന്ന പ്രതിഭാസത്തിലൂടെ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ ആമേൻ അതെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ ആമേൻ അതെ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് അതേ മധ്യാകാശത്തിൽ വരുമ്പോൾ അതേ നമുക്ക് മുന്നമേ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ആ പ്രത്യാശയുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ആമേൻ. കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും കർത്താവിനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ. ഒന്നെങ്കിൽ ആമേൻ കർത്താവിന്റെ വരവിന് മുമ്പ് ആമേൻ നാം മരിക്കപ്പെട്ടാൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആമേൻ നാം നിദ്ര കൊള്ളുകയാണെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ നമുക്കൊരു പ്രത്യാശ കർത്താവിന്റെ വരവിങ്കിൽ നാം ഉയർത്തെഴുന്നേൽക്കും. അല്ല, കർത്താവിന്റെ വരവിങ്കിൽ നാം ജീവനോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം രൂപാന്തരം പ്രാപിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ അതെ ദൈവം നമുക്ക് നൽകിയ ആമേൻ അവസരം ഹല്ലേലൂയ അത് വലിയതായി കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച സൗഖ്യം, നമുക്ക് ലഭിച്ച സമാധാനം, നമുക്ക് ലഭിച്ച സന്തോഷം, നാം പ്രാപിച്ച ഉറപ്പ് ആമേൻ നമ്മിലൂടെ അനേകർ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആമേൻ നാം ലോകം മുഴുവൻ ലോകത്തിന്റെ അറ്റത്തോളം ആമേൻ സുവിശേഷം എത്തിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആകയാൽ അതെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ആമേൻ. പുറപ്പെടുവാൻ ദൈവം ഈ രണ്ട് പേരായി തന്റെ അരികിൽ ഇരുന്നവരെ അയച്ചപ്പോൾ അവരുടെ മേൽ അധികാരം കൊടുത്താ വിട്ടത്. ഹല്ലേലൂയ. നമുക്കറിയാം മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരുന്ന് അധികാരം പ്രാപിച്ച ശിഷ്യന്മാർ എവിടെയെല്ലാം പോയി അതേ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം ആരാധിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം വചനം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ കൃപ ലഭിച്ചവർ ആമേൻ ഈ കാലഘട്ടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ എവിടെ വചനം പ്രസംഗിക്കുന്നുവോ, എവിടെ ആമേൻ ആരാധിക്കുന്നുവോ, എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ എല്ലാം
കർത്താവ് അവരോട് കൂടെ ഇരുന്ന് വചനമുറപ്പിക്കുവാൻ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കൃപയാൽ ഇന്നലെ രാത്രി അടയാളങ്ങളും അത്ഭുതങ്ങളും അതെ കാണിച്ചുകൊണ്ട് അന്ത്യകാലത്ത് എന്റെ പേരെടുത്തുകൊണ്ട് അനേകർ വന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും എന്ന് ഉള്ള വചനം കൃപയാൽ ഇന്നലെ രാത്രി നമ്മൾ കേൾക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും ഭൂതശാന്തി ഒക്കെ കാണുമ്പോൾ അതെല്ലാം ആമേൻ അതെ അന്ത്യകാലമായതുകൊണ്ട് എന്റെ പേരെടുത്ത് വന്ന് തെറ്റിദ്ധരിക്കരുത്. ആമേൻ. വചനം കൂടെയുള്ള അത്ഭുതങ്ങൾ, വചനം കൂടാതെയുള്ള അടയാളങ്ങൾ, യേശുവിനെ കൂടാതെയുള്ള, യേശുവിന്റെ ആത്മാവിനെ കൂടാതെയുള്ള, സത്യദൈവത്തെ കൂടാതെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ അത് യേശുവിന്റെ പേരിൽ നടത്തപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ആമേൻ. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ആമേൻ ഈ വചനം അതേ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നു. അത് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരുന്നു. ദൈവത്തോട് അടുക്കുവാൻ സാധിക്കുന്നു. ആമേൻ. അത് എനിക്ക് സമാധാനം ലഭ്യമാക്കുന്നത് പോലെ ആമേൻ എന്റെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു രക്ഷ, ഈ ഒരു സന്തോഷം, ഈ ഒരു സമാധാനം ആമേൻ നിത്യതയിൽ അവർ കാണണം എന്ന ആഗ്രഹമുള്ളവർ. ഇന്നലെ രാത്രി ലാസറിനെ കുറിച്ചും ധനവാനെ കുറിച്ചും അതേ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകി. ആമേൻ. അനേക പ്രിയപ്പെട്ടവർ നമ്മിലൂടെ ഈ സത്യം അറിയുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആമേൻ ഈ ലൈവിൽ ആമേൻ കാണുന്നുണ്ടെങ്കിൽ, ഈ ലൈവിൽ ഒന്ന് എത്തി നോക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ആമേൻ ഒന്ന് ആമേൻ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ നിങ്ങളുടെ ആമേൻ പ്രിയപ്പെട്ടവർ ഇതറിയാതെ പോകരുത്. ഈ സൗഖ്യത്തെ കുറിച്ച്, ഈ രക്ഷയെ കുറിച്ച്, ഈ സമാധാനത്തെ കുറിച്ച്, ഈ യേശുവിനെ കുറിച്ച് ആമേൻ അറിയാതെ പോകരുത്. അതുകൊണ്ട് പത്രോസ് 11 പേരോട് കൂടെ നിന്ന് ആ മർക്കോസിന്റെ മാളികമുറിയിൽ നിന്ന് പ്രാപിച്ച ആത്മനിറവോടെ ദൈവം വചനം ശുശ്രൂഷിച്ചപ്പോൾ, ആ 11 പേരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വചനം ശുശ്രൂഷിച്ചപ്പോൾ അവർ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആമേൻ അന്ന് പ്രസംഗം കേട്ട 3000 പേര് ദൈവസഭയുടെ അംഗമായെന്ന്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് ചേർന്നെന്നല്ല കേട്ടോ, ആമേൻ ദൈവസഭയുടെ അംഗമായെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ദൈവവചനം നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ലൈവിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ആമേൻ ഗ്രൂപ്പിൽ നിന്ന്, നിങ്ങളുടെ ആമേൻ അതേ ഫേസ്ബുക്ക് പേജിൽ നിന്ന്, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇതൊന്ന് ഷെയർ ചെയ്താൽ ഒരു പക്ഷേ ആത്മഹത്യയുടെ വാക്കിൽ കിടക്കുന്ന, ആമേൻ സ്വസ്ഥത നഷ്ടപ്പെട്ട് കിടക്കുന്ന, സമാധാനമില്ലാത്ത ആമേൻ ചില വ്യക്തികൾ ആമേൻ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ആമേൻ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആമേൻ. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത ആളുകൾ ഉണ്ടാകാം. ആമേൻ. നിങ്ങൾ ആമേൻ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെ ഇതൊന്ന് അവരോട് പറയണമെന്ന് ചിന്തിക്കുന്ന ആമേൻ അവസ്ഥയിലായിരിക്കാം. ഇന്ന് രാത്രി ആമേൻ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം ഹല്ലേലൂയ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവമാകയാൽ നമുക്ക് ഒരുമിച്ച് ഒന്നു ചേർന്ന് ഈ ലൈവിലൂടെ അനേകരിലേക്ക് ഈ സന്ദേശം എത്തിപ്പാൻ തക്കവണ്ണം സർവശക്തൻ കൃപ ചെയ്യട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. മനോഹരമായ ഒരു നല്ല പകൽ സ്വർഗം ഞങ്ങൾക്ക് ദാനമായി നൽകി. ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞതായ ലോകത്ത് സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകുന്ന ആമേൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ബലത്തോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച, ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം. കുടുംബമായ അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാ. ഈ രാത്രിയിലും അത് ഈ ലൈവിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ബന്ധമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിച്ചറിയത്തക്ക വിധത്തിൽ
അത് വചനം കേൾക്കുന്നവരുടെ മേൽ, അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിനെ പകരുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട് കേൾക്കുന്ന ജനത്തിന് അത് വിടുതലായി തീരുവാൻ സ്വർഗമിടയാക്കണമേ കർത്താവേ. അതേ പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, ആമേൻ, അതേ ദൈവജനം ദൈവ ആത്മാവിനെ പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയുടെ ആഗ്രഹമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലമാകയ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ചിലർ അനുഭവിപ്പാനിടയാകട്ടെ. ആമേൻ. ചിലരുടെ രോഗങ്ങൾ മാറുവാൻ, അതിരുകൾ വിസ്താരമാകുവാൻ, ഹല്ലേലൂയ, അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിപ്പാൻ ഇന്ന് രാത്രി സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ആമേൻ. തുടർമാനമായി ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആ കുടുംബങ്ങളെ ഓർത്ത്, ആ മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. മറക്കരുത്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആമേൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കാണുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഒരു വാക്കായിരിക്കാം, ഒരു പക്ഷേ ഒരു ചിന്തയായിരിക്കാം, ഒരു പക്ഷേ ഒരു വചനമായിരിക്കാം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കൊടുത്ത് സഹായിക്കാൻ കഴിവില്ലായിരിക്കാം. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ കണ്ടു പറയുവാൻ സമയം ലഭിച്ചില്ലായിരിക്കാം. ആമേൻ. അതേ നമ്മുടെ യൗവനക്കാർ, ആമേൻ, അതേ മൊബൈലിൽ 24 മണിക്കൂറും പല കാര്യങ്ങൾ അതേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ സന്ദേശം അവർക്ക് കാണുവാൻ കഴിയുന്നത്. വലിയ വിപത്തിൽ നിന്ന് ഒരു പക്ഷേ രക്ഷപ്പെടുവാൻ, ആ നിത്യതയിൽ അവരെത്തുവാൻ അത് കാരണമായി തീരും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. ഒരു പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി ദൈവം നൽകിയ വചനം വേഗത്തിൽ ഒരുമിച്ച് പങ്കുവെച്ച് അതേ ബലപ്പെട്ട് പ്രാർത്ഥിച്ച് കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നിജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നിജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറാൻ തൻ കാഹളധ്വനി നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് സേരുമ്പുരേ. കേൾക്കാറാൻ തൻ കാഹളധ്വനി നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് സേരുമ്പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടടുത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടടുത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറാൻ തൻ കാഹളധ്വനി നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് ആമേൻ സേരുമ്പുരേ. ആമേൻ. കേൾക്കാറാൻ ഈ കാഹളധ്വനി നാം പോകാറാൻ ഈ പാർത്തലം വിട്ട് സേരുമ്പുരേ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യായുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ നിത്യ
നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനെ ആമേൻ കേൾക്കാരാ തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ കേൾക്കാരായി തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ പ്രത്യാശയെന്നെ വർദ്ധിച്ചിടുന്നേ ആമേൻ അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം പ്രത്യാശയെന്നെ വർദ്ധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്മുഖം ആമേൻ കേൾക്കാരാ തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ ആമേൻ കേൾക്കാരായി തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും കാലം എത്ര ആനന്ദം ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും ആനന്ദം ആമേൻ കേൾക്കാരായി തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ ആമേൻ കേൾക്കാരായി തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ സിയോൻ സൈലമേ ഉണർന്നിടുവിൻ ഒരു ദോമെടുത്തു ബിരുദോ പ്രാപിക്കാം സിയോൻ സൈലമേ ഉണർന്നിടുവിൻ ഒരു നിജയമെടുത്തു ബിരുദോ പ്രാപിക്കാം ഓ കേൾക്കാരായി തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് ആമേൻ തേജ ചേരുമ്പുരേ ആമേൻ കേൾക്കാരായി തൻ കാകളതോനി നാം പോകാരാ ഈ പാത്തലം വിട്ട് തേജ ചേരുമ്പുരേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് തന്റെ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആകൃതമായി കൊണ്ടിരിക്കുകയാണ്. കൃപയാൽ ഇന്നലെ രാത്രി കർത്താവിന്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് ചിന്തിപ്പാനിടയായി തീരുന്നത്. ഇന്ന് മാലാഖമാർ അഥവാ ദൂതന്മാർ നിങ്ങളുടെ സേവനത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. മാലാഖമാർ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സേവനത്തിനു വേണ്ടി, ഹല്ലേലൂയ, പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണയ്ക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ സന്തോഷത്തോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? കഷ്ടമുള്ള, വേദനയുള്ള, പ്രതികൂലമുള്ള, പ്രതിസന്ധിയുള്ള ലോകത്ത് ആമേൻ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ഒരു ഭക്തനെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം തന്റെ അതേ ദൂതന്മാരെ, മാലാഖമാരെ ആമേൻ തന്റെ മക്കൾക്ക് ശുശ്രൂഷയ്ക്ക്
വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, ആമേൻ, അവരെ സംരക്ഷിക്കുവാൻ ആക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി 91-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങളാണ് ആമേൻ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയത്. ആമേൻ. സങ്കീർത്തനങ്ങൾ 91-ന്റെ 11-12 വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആ വേദഭാഗം. വിശേഷ ഈ കൊറോണ 19 കാലയളവിൽ ലോകം മുഴുവനുമുള്ള ജനത ഒരുപോലെ വായിച്ച് ആമേൻ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന്, ആമേൻ, പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഇടയായി തീർന്ന ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ആമേൻ. അതിന്റെ 11-12 വാക്യങ്ങൾ ആസ്പദമാക്കി ഇതിനോടകം പല ലൈവിൽ ഞാൻ ദൈവം നൽകിയ ദൂത് നൽകുവാനിടയായി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ നിന്ന് ആമേൻ പുതിയത് കേൾക്കുവാൻ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൂതൻ സമസ്ത മേഖലകളിൽ നിന്റെ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് സംരക്ഷിപ്പാൻ തക്കവണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. നിന്റെ തലമുറ എവിടെയായിരുന്നാലും, ഞാനും നിങ്ങളും എവിടെയായിരുന്നാലും, ഒരനർത്ഥവും കൂടാതെ അത് നിത്യതയിലെത്തുവോളം അതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ ആ ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വായിച്ചാലും ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമുക്കറിയാം ഈ ലോകത്തിൽ അതേ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച്, ഒരു മന്ത്രിയാണെങ്കിൽ, ഒരു രാഷ്ട്രത്തിന്റെ തലവനാണെങ്കിൽ, ആമേൻ, അതേ ഒരു വില്ലേജിന്റെ, ആമേൻ, ഒരു പഞ്ചായത്തിന്റെ, ഒരു മുനിസിപ്പാലിറ്റിയുടെ, ഒരു ജില്ലയുടെ ആമേൻ അധികാരിയാണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഗവൺമെന്റ് ആമേൻ അത് തയ്യാറാകാറുണ്ട്. ആമേൻ. ഒരു കളക്ടർ വരുമ്പോൾ, ആമേൻ, ആമേൻ, ഒരു മന്ത്രി വരുമ്പോൾ, ആമേൻ, അവർക്ക് പ്രൊട്ടക്ട് ആയിട്ട് ആമേൻ അതേ അധികാരസ്ഥന്മാരെ ആക്കി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ ആ സ്വർഗീയ ഗവൺമെന്റിന്റെ അത് അംഗത്വമുള്ള, ആമേൻ, അതെ ഒരു പൗരത്വമുള്ള ഒരു ദൈവ പൈതലിനെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത, ആമേൻ, സ്വന്തം ജനമാക്കി തീർത്ത, വിശുദ്ധ ജനമാക്കി തീർത്ത, ആമേൻ, ഒരു വ്യക്തിത്വത്തിനുടമയായ ഒരു മനുഷ്യനെ അതെ സൂക്ഷിപ്പാൻ അതെ ദൈവം തന്റെ ദൂതന്മാരെ അതെ പ്രൊട്ടക്ഷനാക്കി വെച്ചിട്ടുണ്ടെന്ന് അതെ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഈ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് മുമ്പ് ആമേൻ അതെ 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് ഓടി വരാം. അവൻ ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. ആരാ തകർന്നു പോകുന്നത്? ആമേൻ. യഹോവയോട് എതിർക്കുന്നവനാണ് തകർന്നു പോകുന്നത്. ആമേൻ. ഒരു ഭക്തൻ തകർന്നു പോകാതിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ കല്ലിൽ തട്ടി കാലിടറി അത് വീഴുവാൻ ഇടയാകാതെ അവൻ പോകുന്ന എല്ലാ വഴിയിലും ദൈവം തന്റെ ദൂതന്മാരെ ആക്കി വെക്കുന്നു എന്നുള്ള വചനം നമ്മൾ വായിച്ചു കഴിഞ്ഞു. എന്നാൽ അതേ വചനം, ആമേൻ, അതേ സത്യവേദ പുസ്തകം അത് തുറന്ന് വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. ആമേൻ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. നോക്കുക, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകും. എങ്ങനെയാണ് ഒരുവൻ സർവശക്തനായ ദൈവത്തോട് എതിർക്കുന്നത്? ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ആമേൻ അത് വാഴണമെന്നും ഉള്ള സദുദ്ദേശത്തോടെ ദൈവം തന്റെ മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിട്ട് ദൈവം പറഞ്ഞു, ആമേൻ, ചെയ്യരുത്
ചെയ്യരുത്. ആമേൻ. തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആമേൻ. കൊല ചെയ്യരുത്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, മോഹിക്കരുത്. ആമേൻ. അങ്ങനെ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ചെയ്യുവാൻ ആര് തയ്യാറാകുന്നുവോ അവരാണ് ദൈവത്തോട് എതിർക്കുന്നവർ. ഹല്ലേലൂയ. മദ്യപിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലിക്കരുത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ആമേൻ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആരാണ് ആമേൻ യഹോവയോട് എതിർക്കുന്നവർ? ആരാണ് ദൈവത്തോട് എതിർക്കുന്നവർ? ആമേൻ. മക്കളെ, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. അമ്മ അപ്പന്മാരെ കർത്താവിൽ എന്ന പോലെ ബഹുമാനിക്കുക. എന്നാൽ നിനക്ക് നന്മയുണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും. ആമേൻ. ആരാ എതിർക്കുന്നത്? അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സമസ്ത മേഖലകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദര, സഹോദരി, ഭാര്യയാണോ ഭർത്താവാണോ ഉദ്യോഗസ്ഥനാണോ ആരുമാകട്ടെ, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ഭൂസിമവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. അനേകര് തകർന്നു കൊണ്ടിരിക്കുമ്പോൾ നീ ഒരു അഭിഷക്തനാണെങ്കിൽ ആമേൻ നിന്നെ ഉയർത്തുന്ന ഒരു സത്യ ദൈവം. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ അത് കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആമേൻ കാത്തിരിക്കാതെ അവരുടെ ഇഷ്ടത്തിന് പോയവരല്ല. പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിപ്പാൻ മാളിക മുറിക്കകത്ത് കാത്തിരുന്ന ഭക്തന്മാരുടെ മേൽ 120 പേരടങ്ങുന്ന യേശുവിന്റെ അമ്മ ഉൾപ്പെടെ അടങ്ങിയ ആ സംഘത്തിന്റെ മേൽ അത് പകർന്ന ആത്മപകർച്ചയിൽ ആമേൻ ചുവട് വെച്ചവരെ പരാജയപ്പെടുത്തുവാൻ നോക്കിയവരുടെ മുമ്പിൽ അതിശക്തിയോടെ ഇന്നും ദൈവസഭ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സഭയുടെ അംഗമാകുവാൻ ആ സ്വർഗത്തിന്റെ പൗരത്വം ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആരാണ് തകർന്നു പോകുന്നത്? യഹോവയോട് എതിർക്കുന്നവർ. ഇന്ന് രാത്രി അതേ വചനം കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ അതെ നീ ജീവിക്കുന്നുവെങ്കിൽ സ്നേഹിത, എന്നോടല്ല നീ എതിർക്കുന്നത്. ഒരുപക്ഷെ നിന്റെ പിതാവ് പറയുന്നുണ്ടാകാം, ഒരുപക്ഷെ നിന്റെ മാതാവ് പറയുന്നുണ്ടാകാം, ഒരുപക്ഷെ നിന്റെ സഹോദരൻ പറയുന്നുണ്ടാകാം, ഒരുപക്ഷെ ഏതെങ്കിലും മീഡിയയിലൂടെ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ദൈവത്തിന്റെ വചനം നിന്നെ കേൾപ്പിക്കുന്നുണ്ടാകാം. അതിനോട് നീ മറുതലിക്കുന്നുവെങ്കിൽ, അത് നീ അനുസരിക്കാതെ പോകുന്നുവെങ്കിൽ നീ ആരോടാ എതിർക്കുന്നത്? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തോട്. വചനം പറയുന്നു, യഹോവയോട് എതിർക്കുന്നവർ തകർന്നു പോകുന്നു. ഇന്ന് രാത്രിയിലും തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ അതെ നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. വചനം പറയുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. ഹല്ലേലൂയ. അതെ താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ കൊടുക്കുന്നു. അതെ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ഇന്ന് രാത്രി കുഞ്ഞെ, നിനക്ക് കഴിവുണ്ട്, നിനക്ക് പണമുണ്ട്, നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് സൗന്ദര്യമുണ്ട്, നിനക്ക് പറയുവാൻ ആൾബലമുണ്ട്. ആമേൻ. നിനക്ക് പിതാക്കന്മാർ സ്വരൂപിച്ച അതേ സമ്പത്തുണ്ട്. അതിൽ നീ അഹങ്കരിച്ച് ആമേൻ നീ ധനവാനാകുവാൻ പണിപ്പെടുന്നുവെങ്കിൽ അമ്പെ നീ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്ന ദൈവമാ, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ശ്രോതാവേ, കുഞ്ഞെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, അഭിഷക്തനെ, നീ ഒരു ദരിദ്രനാണെന്ന് കണ്ട് സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ആമേൻ. നീ ആമേൻ കാണുന്നതിന്റെ പുറകെ പോകാത്തത് കൊണ്ട്, കേൾക്കുന്നതിന്റെ പുറകെ പോകാത്തത് കൊണ്ട് സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. വചനം പറയും,
പറയുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്, പൊടിയിൽ നിന്ന് നിവർത്തുന്ന ദൈവമാണ്, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂഅധരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ യഹോ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. നീ ഒരു അഭിഷക്തനാകുന്നുവെങ്കിൽ, എങ്ങനെയാ അഭിഷക്തനാകുന്നത്? കാട്ടിൽ കടന്ന ദാവീദ്. ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങളെല്ലാം ആമേൻ അത് കൊട്ടാരത്തിൽ ഹല്ലേലൂയ രാജാവിന്റെ ആമേൻ ഭക്ഷണം കഴിച്ച് തടിമിടുക്കന്മാരായി. ആമേൻ. അതെ, നമുക്കറിയാം ആമേൻ മിലിറ്ററിയിൽ പോകുന്നവർക്ക് ആമേൻ ഗവൺമെന്റ് ആമേൻ വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? അക്കാലത്തും ആമേൻ യുദ്ധം അഭ്യസിപ്പിച്ച് അതേ കൊട്ടാരത്തിൽ യുദ്ധക്കളത്തിലേക്ക് ആമേൻ സഹോദരന്മാരായ ചേട്ടന്മാരെയൊക്കെ പറഞ്ഞു വിട്ടപ്പം ആമേൻ അപ്പൻ ഇളയ മകനായ ദാവീദിനെ വിട്ടത് കാട്ടിൽ അപ്പന്റെ ആടിനെ പോറ്റാനാ. സമൂഹത്തിൽ ആമേൻ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒന്നും തന്നെ കയ്യിലില്ലായിരിക്കാം. ഒരുപക്ഷെ ആരും അറിയാതെ ആയിരിക്കാം നീ കഴിയുന്നത്. നോക്കിക്കേ, സഹോദരന്മാരെല്ലാം തടിമിടക്കന്മാരെല്ലാം കഴിവും പ്രാപ്തി ഉള്ളവരെല്ലാം അതേ രാജകൊട്ടാരത്തിൽ അതേ യുദ്ധക്കളത്തിൽ യുദ്ധം അഭ്യസിച്ച് യുദ്ധമുണ്ടാകുമ്പോൾ മുൻനിരയിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവരായപ്പോൾ അതേ അപ്പന്റെ ആടുകളുമായി കാട്ടിൽ കഴിയേണ്ടി വന്ന ദാവീദിനെ ആമേൻ ശൗമേലിനെ അയച്ച് ആമേൻ വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്തിനാ വിളിപ്പിച്ചെന്നറിയാമോ? അപ്പൻ അറ്റാക്ക് വന്ന് തട്ടിപ്പോയപ്പോഴല്ല, അമ്മ വയ്യാതെ കിടന്നപ്പോഴല്ല, ആമേൻ തടിമിടുക്കന്മാരായ അതേ ചേട്ടന്മാരും അപ്പനും അമ്മയും വീട്ടിൽ ഇരിക്കുമ്പോൾ കാട്ടിൽ കിടന്നവനെ വീട്ടിലേക്ക് വിളിച്ചു. അവൻ വരുന്നത് കണ്ടപ്പോൾ ശൗമേലിന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ഇളകുവാൻ തക്കവണ്ണം ഇടയായി. ആരും അറിയാതെ ആമേൻ അതെ ഒതുങ്ങിക്കഴിയുന്ന നിന്നെ ഇന്ന് രാത്രി സ്വർഗ്ഗം അഭിഷേകം ചെയ്യുവാൻ അതേ ശക്തിയുള്ളവനെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. അതേ പവിഴ നിറമുള്ളവനാ, കോമളനാ, അവൻ കഴിവും പ്രാപ്തിയുമുണ്ട്. പക്ഷേ വിധി കാട്ടിലെ ആടുമായി കഴിയാനാ. ഒരിക്കൽ കാട്ടിൽ അവൻ ആടുമായി കഴിയുമ്പോൾ അവന്റെ ജീവിതത്തെ അവന്റെ കയ്യിലുള്ള ആടിനെ അപഹരിക്കുവാൻ ഒരിക്കൽ കരടി വന്നു, ഒരിക്കൽ സിംഹം വന്നു. എന്നാൽ കാട്ടിൽ കിടന്നുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചവൻ കരടിക്ക് ഇരയായില്ല, സിംഹത്തിന് ഇരയായില്ല. ഇന്ന് രാത്രി ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ അതേ ഓലോല കണ്ണുനീരൊഴുക്കി കരഞ്ഞ മാതാവേ, ആരും അറിയാതെ കൂർക്കം വലിച്ച് അടുത്ത് കടന്നവർ പോലും അറിയാതെ നീ അനുഭവിച്ച ദൈവ സാന്നിധ്യമില്ലേ? അതേ ലോകമറിയുന്ന, രാജ്യങ്ങൾ അറിയുന്ന, ആമേൻ കൂടെ പറയുന്ന ആമേൻ ഒരു നിലവാരത്തിലേക്ക് പൊടിയിൽ കിടന്നവനെ, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനെ, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാൻ അതേ മഹിമാസനത്തിൽ അവകാശമായി നൽകുവാൻ അധികാരമുള്ളവർ സമയമായപ്പോൾ അതേ ദാവീദിനെ ആ രാജകീയ സിംഹാസനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് പോലെ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ദൂത് ഞാൻ കൈമാറുന്നു. അതേ വരും കാലങ്ങളിൽ അതേ ഇന്നലകളിൽ നീ ഒഴുകിയ കണ്ണുനീര് ആരും അറിയാതെ നീ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പിലും പിടിച്ചു നിൽക്കുവാൻ ദൈവം നിനക്ക് കൃപത നൽകി, ശക്തി നൽകിയെങ്കിൽ, ബലം നൽകിയെങ്കിൽ ആമേൻ ആരും അറിയാതെ ഒതുങ്ങിയിരുന്ന നിന്നെ ഉയർത്തുന്ന സമയം നിന്റെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ആമേൻ അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ഹല്ലേലൂയ. കാട്ടിൽ കടന്നവനെ വീട്ടിൽ വെച്ച് അഭിഷേകം ചെയ്തു. അവന്റെ കാതിൽ ഗർജിക്കുന്ന ഗോലിയാത്തിന്റെ ശബ്ദം കേൾക്കുകയാ. അവൻ കാട്ടിലേക്ക് പോയില്ല, അവൻ നാട്ടിലേക്ക് ഇറങ്ങി. ആമേൻ ആരും അറിയാതെ കിടന്ന ദാവീദ് അതേ നാട്ടിലേക്ക് ഇറങ്ങുവാൻ അവന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവൻ കേട്ട ആ ശബ്ദത്തിന്റെ ദിക്കിലേക്ക് അവൻ അടുത്തപ്പോൾ അതാന ഭാഗുവാകുന്ന ഗോലിയാത്ത് അവനെതിരെ ഗർജിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി അഭിഷേകമുള്ള നിന്റെ നേരെ, ദൈവകൃപയുള്ള നിന്റെ നേരെ, അതേ നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്റെ നേരെ ആരെ വീഴുന്നു അലറിക്കൊണ്ട് നടക്കുന്ന സിംഹത്തിന്റെ ഗർജിക്കുന്ന ശബ്ദം നീ കേട്ട ആമേൻ. നീ ചുവട് വെക്കുമ്പോ ഒരു പക്ഷെ നിന്നെ കളിയാക്കിയേക്കാം. അതേ നായ എറിയാൻ വരുന്നത് പോലെ നീ ഒരു വടിയും കല്ലുമായി വരുന്നത്
എന്ത് എന്ന് ചോദിച്ച ആമേൻ അതെ ഒതുക്കാൻ നോക്കിയ ആ ഗോലിയാത്തിന്റെ നേരെ അതെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കോ, നീ നിന്ദിക്കുന്ന അതേ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നുവെന്ന് പറഞ്ഞ് ചുവട് വെച്ച ദാവീദിനെ പോലെ ഇന്ന് നിനക്കെതിരെ അതേ പ്രതികൂലത്തിന്റെ അതേ കെട്ടുകൾ അഴിച്ചുവിട്ട് ആമേൻ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ആമേൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രതികൂലങ്ങൾ അതെ നിന്റെ മുമ്പിൽ ഓരോന്നായി അഴിച്ചുവിട്ട് നിന്നെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ണ് ശക്തിയോടെ മുന്നേറുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ ശക്തിയാൽ വചനം കേൾക്കുന്ന നിന്നെ ഇന്ന് രാത്രി നിറപ്പാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഒരുപക്ഷെ സഹോദരി നീ ഒറ്റയ്ക്കായിരിക്കാം, സഹോദര നീ ഒറ്റയ്ക്കായിരിക്കാം, പിതാവെ നീ ഒറ്റയ്ക്കായിരിക്കാം, മാതാവെ നീ ഒറ്റയ്ക്കായിരിക്കാം. ഒറ്റയ്ക്കല്ല, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് നിന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവന്റെ വചനം വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് നീ വീരുവായി ഇരിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. അപ്പാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ ഇന്ന് രാത്രി ആദരങ്ങളെ തുറന്ന് കരങ്ങളടിച്ച് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ഭാവിയെ, നിന്റെ മുന്നേറ്റത്തെ ഇല്ലാതാക്കുവാൻ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് അതിനെ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആ കരമിന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അനുകൂലമെന്ന് ചലിക്കുന്നു. അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വയശക്തിയാൽ ഒരുത്തരും ജയിക്കുകയില്ല. എനിക്ക് കഴിവുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് ആൾബലമുണ്ട്, ആമേൻ, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആമേൻ സ്വന്തം ശക്തിയാൽ ഒരുത്തനും ജയിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ലോകം മുഴുവൻ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അതിനകത്ത് അകപ്പെട്ട് തകർന്ന് തരിപ്പണമായപ്പോൾ അവരുടെ പണം കൊണ്ടോ, അവരുടെ കഴിവ് കൊണ്ടോ, അവരുടെ പ്രാപ്തി കൊണ്ടോ, അവരുടെ ആൾബലം കൊണ്ടോ അവർക്ക് നിലനിൽപ്പാൻ കഴിയാത്ത വിധത്തിൽ അതേ പ്രതികൂലങ്ങൾ അതേ അവരെ തകർത്ത് കളഞ്ഞപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായ ദാവീദിനെ പോലെ കൃപ ലഭിച്ചവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി മൗനമായിരിക്കരുതേ. അത്തരങ്ങളെ തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും ആമേൻ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുക. ആമേൻ. നീ സ്വർഗീയ ഗവൺമെന്റിന്റെ അതോറിറ്റിയിൽ ആമേൻ കീഴിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആമേൻ ഈ ലോക ഗവൺമെന്റിന്റെ ആമേൻ അതെ ഒരു പ്രൊട്ടക്ഷൻ അല്ല, പിന്നെ സ്വർഗീയ അത് ഗവൺമെന്റിന്റെ അത് കീഴിൽ ആയിരിക്കുന്ന എനിക്കും നിനക്കും ആമേൻ ആ സ്വർഗീയ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീ ഏത് രാജ്യത്തായാലും, നീ ഏത് സ്റ്റേറ്റിലായാലും, നീ ഏത് ആമേൻ അതെ നിലവാരത്തിലായാലും ആമേൻ നിന്റെ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ആമേൻ സ്വർഗീയ സേനകളെ ഇറക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അതെ കുഞ്ഞുങ്ങളെ, നീ എവിടെ പോയാലും ആമേൻ നമുക്കറിയാം ആമേൻ നമ്മുടെ ചുറ്റുപാടുകളിൽ ആമേൻ അതെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാ. കള്ളം പറഞ്ഞു പോകുന്ന തലമുറകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. മീഡിയയിലൂടെ ആമേൻ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം സ്വന്തം മാതാപിതാക്കളോട് ഒരു ഇന്റർവ്യൂവിന് പോകുകയാണെന്ന് പറഞ്ഞ് ഒരു പെൺകുഞ്ഞ് വീട്ടിൽ നിന്ന് പോയി ആമേൻ അതെ നമ്മുടെ അടുത്ത ജില്ലയിൽ ആമേൻ ലോഡ്ജ് മുറിയിൽ ആമേൻ
ആമേൻ താനും തൻ്റെ ബോയ് ഫ്രണ്ടും ആമേൻ അതെ ഇന്നത്തെ മീഡിയയിലൂടെ അതെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായി സമയം ചെലവഴിക്കുവാൻ തയ്യാറായി. എന്ത് സംഭവിച്ചു? അതേ ലോകത്തിൽ നിന്നും അതേ എന്നേക്കുമായി മാറ്റപ്പെടേണ്ടി വന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, സ്വന്തം ആമേൻ ശക്തിയാൽ ഒരുത്തിനും ജയിക്കുവാൻ കഴിയത്തില്ല. ആരാ ആമേൻ നശിക്കുന്നത്? യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. കുഞ്ഞെ, തകർന്നു പോകാതിരിക്കുവാൻ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പേ. മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ തകർന്നു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ലൈവിൽ കുഞ്ഞുങ്ങളായിട്ടുള്ള ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അരുതേ, അരുതേ, അരുതേ. അമ്മയപ്പന്മാരറിയാതെ, സഹോദരങ്ങൾ അറിയാതെ, അതേ മീഡിയയിലൂടെയുള്ള ഒരു ബന്ധങ്ങളും വേണ്ട, ഒരു സുഹൃത്ത് ബന്ധങ്ങളും വേണ്ട. ആമേൻ. അതേ വഴി അത് തെറ്റുവാൻ സാധ്യതയുള്ള ലോകത്ത് അനേകര് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ഇന്ന് രാത്രി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിനുടമയായി മാറുവാൻ ഇന്ന് രാത്രി സ്വർഗം അത് നിനക്കൊരവസരം തരികയാ കുഞ്ഞെ. പാപത്തെ ഉപേക്ഷിച്ച് പാപിയെ സ്നേഹിക്കുന്ന ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ഇന്ന് രാത്രി നീ സമർപ്പിക്കപ്പെടുമെങ്കിൽ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നീ എവിടെ പോയാലും ആരും നിന്നെ പിച്ചി ചീന്താൻ ഇടയാകത്തില്ല, ആരും നിന്നെ തൊടുവാൻ ഇടയാകത്തില്ല, ആരും നിന്നെ നശിപ്പിക്കുവാൻ ഇടയാകത്തില്ല. കാരണം സ്വർഗീയ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലായിരിക്കുന്ന നീ ആമേൻ പോകുന്ന വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. ഇന്നലെ ഞാനും നിങ്ങൾ കടന്നുപോയ പാതയിൽ ആക്സിഡന്റ് നടന്നില്ലേ? അതെ, ഇടി വെട്ടിയില്ലേ? പ്രതികൂലങ്ങൾ സംഭവിച്ചില്ലേ? അനേകർ തകർന്നില്ലേ? എന്നാൽ അതിനകത്ത് തലനാരിഴയ്ക്ക് നീ രക്ഷപ്പെട്ടത് അതെ ദൈവത്തിന്റെ ദൂതന്റെ പ്രൊട്ടക്ഷനാ. ഇന്ന് രാത്രി ആമേൻ അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആമേൻ ഒരു ശുശ്രൂഷകനും കുടുംബവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 65 പരം വർഷങ്ങളായി കണ്ണൂർ പട്ടണത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു മോഹനൻ എന്ന് പറയുന്ന ആമേൻ അതേ ഒരു കുടുംബം. ഹല്ലേലൂയ. തലനാരിഴയ്ക്ക് ആ അപകടത്തിന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കും നിനക്കും പറയുവാൻ ഇല്ലേ ആമേൻ അതേ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ചതുകൊണ്ട്, ദൈവത്തെ അറിയുവാൻ അവസരം ലഭിച്ചതുകൊണ്ട്, ആ വലിയ അനർത്ഥത്തിനകത്ത് നിന്ന്, വലിയ വിപത്തിനകത്ത് നിന്ന് ഓ ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ സൂക്ഷിച്ചു. എനിക്കും പറയുവാനുണ്ട്. 1993 ഒരു ഓപ്പറേഷന് വിധേയനായി. ഓപ്പറേഷൻ സക്സസ് ആയി എന്ന് പറഞ്ഞെങ്കിലും അനസ്തേഷ്യ തന്നിട്ട് ആമേൻ ഉണർന്ന ആമേൻ സമയം കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു. എൻ്റെ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞു, ആമേൻ നിങ്ങൾ ദൈവവിശ്വാസിയല്ലേ, പ്രാർത്ഥിച്ചോ, ഇനി ദൈവത്തിനെ ഉണർത്താൻ പറ്റത്തുള്ളൂ. ഉണർന്നു കേട്ടോ, പക്ഷേ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 13 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവനെന്ന് എൻ്റെ അപ്പനല്ല എന്നോട് പറഞ്ഞത്, എൻ്റെ അമ്മയല്ല എന്നോട് പറഞ്ഞത്, എൻ്റെ കൂടപ്പറപ്പനല്ല എന്നോട് പറഞ്ഞത്. അബോധ അവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ ആമേൻ അബോധ മനസ്സിനകത്ത് ആമേൻ അത് ബോധ മനസ്സിൽ അശരീരിയിൽ നിന്ന് ആരോ പറയുന്നത് പോലെ ആമേൻ എനിക്ക് തോന്നി. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ആമേൻ എൻ്റെ കണ്ണ് തുറന്നു. ആമേൻ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ആമേൻ ജീവിക്കണം, ആമേൻ ഞാൻ മരിക്കുക. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 ആഗ്രഹമുണ്ട്. ഒന്ന്, എനിക്ക് യേശുവിനെ അറിയണം. 2, എനിക്ക്
യേശുവിനോട് ചേരണം. ആമേൻ. ഒന്ന്, ദൈവത്തെ അറിയുവാൻ അതെ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. രണ്ട്, അവനോട് ചേരുവാൻ അതെ സ്നാനപ്പെടണം. ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ രണ്ട് കാര്യം എൻ്റെ അപ്പയോടും മമ്മിയോടും പറഞ്ഞു. ആമേൻ. എന്നാൽ കൃപയാൽ ആമേൻ ചില അതേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഡോക്ടേഴ്സ് വീണ്ടും എന്നെ അതേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞ് ആരോഗ്യത്തോടെ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ആമേൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആമേൻ ഞാൻ ജീവിക്കുവാനായി തയ്യാറായപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നെ അറിയണം. ഹല്ലേലൂയ. ആമേൻ. ബയോളജി വേണ്ട, ആമേൻ അതേ ഹിസ്റ്ററി വേണ്ട, എനിക്ക് തിയോളജി പഠിക്കണം, എനിക്ക് ദൈവശാസ്ത്രം പഠിക്കണം. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ SLC കഴിഞ്ഞ് ആമേൻ അതേ BTH ബാച്ചിലർ ഓഫ് തിയോളജി ആമേൻ കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിച്ചു. അതിനു മുമ്പ് ആമേൻ സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജി CTH എന്ന് പറയുന്ന ഒരു കോഴ്സ് ആമേൻ എടുത്തു. അതിനുശേഷം ബാച്ചിലർ ഓഫ് തിയോളജി. അങ്ങനെ 4 വർഷം കൊണ്ട് അല്പസ്വല്പമായി ആമേൻ ദൈവവചനം പഠിക്കുവാൻ, ദൈവത്തെ കുറിച്ച് അറിയുവാൻ കർത്താവ് അവസരം നൽകി. ഒരുപക്ഷെ ചോദിക്കും മതഭ്രാന്തനാണെന്ന്. ആമേൻ. അത് ബാച്ചിലർ ഓഫ് തിയോളജി പഠിക്കുവാൻ ചെന്നപ്പോ അവിടെ പഠിക്കാനുണ്ടായിരുന്ന അതെ പല കാര്യങ്ങളാണ്. അതെ പല വിധത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അതെ മതങ്ങൾ അവിടെ പഠിക്കുവാനുണ്ടായിരുന്നു. ഇസ്ലാം എന്താണ്, ഹിന്ദു എന്താണ്, ക്രിസ്ത്യൻ എന്താണ് പാപം, എന്താണ് ദൂതന്മാർ, എന്താണ് ഭൂതം, അങ്ങനെ വിവിധ വിഷയങ്ങൾ അവിടെ പഠിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അതെ ഇടയായി തീർന്നു. അങ്ങനെ പഠനാനന്തരം അത് കുടുംബമായി കർത്താവിന്റെ വേലയിൽ അതെ പോകണമെന്നുള്ള ആത്മഭാരം കർത്താവ് എനിക്ക് തന്നു. ലോകം മുഴുവൻ എന്റെ സാക്ഷി ആയി പോണമെന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ എന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ 2000 മെയ് മാസം അതെ 15-ാം തീയതി ഹല്ലേലൂയ അതെ 10 മണിക്ക് ദൈവസഭയെ സാക്ഷി നിർത്തി, ത്രിയേക ദൈവത്തെ സാക്ഷി നിർത്തി, ദൈവസഭയെ സാക്ഷി നിർത്തി അതെ ജീവിത പങ്കാളിയെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെ കുടുംബമായി കർത്താവ് വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആക്കി വെച്ചു. ഇന്ന് രാത്രിയിലും കുടുംബമായി. ഇതിനിടയിൽ പലപ്പോഴായി എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ സമയം എടുക്കുന്നില്ല. അതെ 2 കുഞ്ഞുക്കളെ മക്കൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞെടുത്ത് 3.5 വർഷത്തിന് ശേഷം മൂത്ത മകൾ രൂഹമയെയും 9 വർഷത്തിന് ശേഷം രൂത്തുമോൾ ഷിജുവിനെയും സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകി. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുക. ഇന്ന് രാത്രി വായിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ചില സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ട് മൈക്രോഫോൺ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിന്റെ കാൽ ഒരു കല്ലിന്മേൽ തട്ടാതിരിക്കുവാൻ ഹല്ലേലൂയ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ ആക്കി വെക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ അനുഗമിക്കുന്ന തന്റെ മക്കളോട് ദൈവം ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന നിലയിൽ ഒന്നിൽ കൂടുതൽ ദൂതന്മാർ ഹല്ലേലൂയ നമ്മളെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദൈവം ആക്കി വെച്ചിട്ട് ുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നവർ മാത്രം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. എബ്രായലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കൾക്കായി ദൂതന്മാരുടെ ഒരു ശുശ്രൂഷ നിലവിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന തിരുവഴുത്താണ് നമ്മള് പ്രാരംഭത്തിൽ വായിച്ചത്. 91-ാം സങ്കീർത്തനം അതിന്റെ 11-12 വാക്യങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമ്പത്താകട്ടെ, സമാധാനമാകട്ടെ, ധനമാകട്ടെ, സന്തോഷമാകട്ടെ, ഹല്ലേലൂയ, ഇത് നിരന്തരമായി ഒരു ഭക്തന് അനുഭവിക്കുന്ന
സംഭവിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ആമേൻ അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം തന്റെ ദൂതന്മാരെ ആമേൻ ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ രക്ഷ ആമേൻ അതെ ദൂതൻ ആമേൻ ശതാധിപനായ ആമേൻ കൊർന്നല്യോസിന് അത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് തിരുവചനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ അവന്റെ പ്രാർത്ഥനയ്ക്കും ദാനധർമ്മത്തിനും അവനെ അഭിനന്ദിക്കുകയും അവനെ നയിക്കുവാൻ അപ്പോസ്തലനായ പത്രോസിനെ വിളിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് അവിടെ അത് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ ഇന്ന് രാത്രി ആ ഭാഗത്ത് നിന്നുകൊണ്ട് അല്പസമയം ദൈവം നൽകിയ ആലോചന കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. 1-ാം അധ്യായം വായിച്ച് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ശക്തമായി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്നത് അവർ മാളിക മുറിക്കകത്തിരുന്ന് പ്രാപിച്ച ആത്മാവാണ്. ഹല്ലേലൂയ എവിടെയെല്ലാം സഭയ്ക്കെതിരെ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം അവരെ പിടിച്ചു നിർത്തുവാൻ ഇടയായി തീർന്നത് അവർ കേട്ടപ്പോൾ അവരുടെ ദൈവം അയച്ച അവർ പ്രാപിച്ച ആത്മാവ് ആണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി ആത്മസാന്നിധ്യമില്ലാത്തവർക്ക്, ആത്മാവിന്റെ ശക്തി ഇല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ വചനം അറിയായിരിക്കാം, ഒരുപക്ഷെ പാടാൻ അറിയായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ അറിയായിരിക്കാം. എന്നാൽ ആ മാളിക മുറിയിൽ അവർ പ്രാപിച്ച ആത്മാഭിഷേകമില്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയുടെ ആ സ്വർഗീയ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ കീഴിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. കാരണം ആരെ വിഴുങ്ങേണ്ടി വന്ന് ആലറിക്കൊണ്ട് നടക്കുന്ന സിംഹം ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ. ഹല്ലേലൂയ ആമേൻ. കൈസരയിൽ ഇത്തലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. ഹല്ലേലൂയ നോക്കണമേ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലെ സ്വഭാവത്തെ കുറിച്ച് സത്യവേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഭക്തനായിരുന്നു. തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. നോക്കണമേ ഒരു ഭക്തന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? അവന്റെ ജീവിതത്തിൽ ദൈവ ഭയമുള്ളവനായിരുന്നു എന്ന് മാത്രമല്ല, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്ന ഒരു ജീവിതത്തിനുടമയായിരുന്നു കൊർന്നല്യോസ്. ഹല്ലേലൂയ അവൻ പകൽ 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൂതൻ അവന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഇന്ന് രാത്രി ആർക്കാണ് സ്പഷ്ടമായി ദർശനം കാണുവാൻ കഴിയുന്നത്? ദൈവ ഭക്തന്മാർക്കാണ്. ഹല്ലേലൂയ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്കാണ്. ദൈവ ഭയമുള്ളവർക്കാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ വ്യക്തമായി സ്പഷ്ടമായി ദർശനം കാണുവാൻ കഴിയുന്നത്. അവൻ കണ്ടത് എന്താണ്? അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ എന്തോ കണ്ടു, ഞാൻ മറന്നുപോയി എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്പഷ്ടമായി നീ കാണുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ നീ ഒരു ഭക്തനായിരിക്കണം. നീ വെറും ഒരു ഭക്തനായി പോരാ, നീ ദൈവ ഭയമുള്ള ഭക്തനായിരിക്കണം. ദൈവ ഭയമുള്ള ഭക്തനാണെങ്കിൽ നീ ദൈവ ഹിതപ്രകാരം ജീവിക്കുന്നവനായിരിക്കണം. അവൻ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. ഹല്ലേലൂയ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. നോക്കുക, ദൈവം അവന്റെ കൂടെയുണ്ട്. അവൻ ദൈവഭക്തനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവന് ദർശനമുണ്ട്. ഹല്ലേലൂയ എങ്കിലും അവൻ ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും
ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവവൈതലേ, താങ്കൾ ഒരു അഭിഷക്തനാണോ? താങ്കൾ ആമേൻ ഒരു ശുശ്രൂഷകനാണോ? ഒരു മാതാവോ പിതാവോ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ദൈവവചനത്തിനകത്ത് അതേ കൊർന്നല്യോസ് എന്ന് പറയുന്ന അതേ ഭക്തനെ കുറിച്ച് ആമേൻ അതേ പറയുന്നത് ഇങ്ങനെയാണ്. അവൻ ഭക്തനാണ്, തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുള്ള അവൻ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കൊർന്നല്യോസ് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താകുന്നു? ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലരും ചോദിക്കുന്നുണ്ട്, എന്താ ഈ കഷ്ടത, എന്താ ഈ വേദന, എന്താ ഈ പ്രതികൂലം, എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതെന്ന്? ആ ചോദ്യമല്ല കൊർന്നല്യോസ് ചോദിച്ചത്. പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിന് അത് ദർശനം സ്പഷ്ടമായി കാണുവാൻ കഴിഞ്ഞു. അവൻ വെറും ഒരു കപട ഭക്തനായിരുന്നില്ല, അവൻ വെറും ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നില്ല, അവൻ ദൈവ ഭയമുള്ള ഒരു ഭക്തനായിരുന്നു. അവൻ ദൈവ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അവനാണ് സ്പഷ്ടമായി ദർശനം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്താണ് അവൻ ദർശനത്തിൽ കണ്ടത്? ഒരു ദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് കണ്ടു. ഇന്ന് രാത്രി സ്പഷ്ടമായി ദൈവദൂതന്മാരെ കാണുവാൻ. എന്തിനാണ് ദൈവദൂതന്മാരെ ദൈവം അയക്കുന്നത്? നിന്റെ കാല് പോകുന്ന വഴി തട്ടാതിരിക്കേണ്ടതിന്, നിനക്കൊരു കേടും കൂടാതെ, നിന്റെ തലമുറയ്ക്ക് ഒരു ഹാനിയും വരാതെ അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക. തന്റെ ദൂതന്മാരെ, ഹല്ലേലൂയ, അതെ വിശുദ്ധന്മാരുടെ കാലുകളെ അതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അങ്ങനെയാണല്ലോ. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നീ ഇടറി വീഴുവാൻ അനുവദിക്കാതെ, നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ സംരക്ഷിക്കുവാൻ, അവർ പോകുന്ന വഴിയിൽ അവർ വീട് പോകാതിരിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ ആക്കി വെക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവനവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരായിട്ടല്ല. അതേ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവൻ വ്യക്തമായി സ്പഷ്ടമായി അതേ കാണുകയാണ് ദൈവത്തിന്റെ ദൂതൻ വരുന്നത്. ഇതെന്താകുന്നുവെന്ന് കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും അവൻ തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും നോക്കണമേ. ആമേൻ. അതേ കൊർന്നല്യോസിന്റെ കൂടെയുള്ളവർ ഹല്ലേലൂയ. ആമേൻ. അതേ ദൈവഭക്തന്മാരാണ്. ഹല്ലേലൂയ. പടയാളികളാണെങ്കിലും അവർ ദൈവവുമായി കണക്ഷൻ ഉള്ളവരാ, ദൈവഭക്തി ഉള്ളവരാ. ഹല്ലേലൂയ. ആമേൻ. തന്റെ കൂടെയുള്ള വേലക്കാരെ ഹല്ലേലൂയ നോക്കണമേ. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ അവൻ ദുഷ്ടന്മാരുടെ കൂടെയല്ല, അവൻ പാപികളുടെ കൂടെയല്ല, അവൻ പരിഹാസികളുടെ കൂടെയല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ദൈവ പ്രാർത്ഥന ആമേൻ അതേ അതേ പങ്കാളികളെ അതേ ദൈവഭക്തന്മാരായവരെ ആക്കി വെക്കുവാൻ തക്കവണ്ണം ഇടയാകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവനോട് സംസാരിച്ച് ദൂതൻ പോയ ശേഷം ആമേൻ നോക്കണമേ, പ്രാർത്ഥിക്കുന്നവന്റെ അരികിൽ ആമേൻ ഭക്തനായവന്റെ അരികിൽ അതേ ആമേൻ അതേ ദൈവ ഭയമുള്ളവന്റെ ആമേൻ അടുത്ത് ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. പിറ്റേന്ന് അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത്
ഭക്ഷിപ്പാൻ വെൺമാടത്തിൽ കയറി. നോക്കണമേ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഒരു ഭക്തനെ ആമേൻ അയക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന ആമേൻ ഒരു ഭക്തനെ. ആമേൻ, അവൻ പ്രാർത്ഥിപ്പാൻ അതേ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നത് അവൻ കണ്ടു. ആർക്കാണ് അവൻ ഇത് കാണുവാൻ കഴിഞ്ഞത്? അതേ പ്രാർത്ഥന മനുഷ്യനായ പത്രോസിനാണ്. ആമേൻ, അതേ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ചില യാഥാർത്ഥ്യങ്ങളെ സ്പഷ്ടമാക്കി തരുവാൻ ദൈവം അന്നും ഇന്നും ശക്തനാണ്. ഹല്ലേലൂയ. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് ആമേൻ അറുത്ത് തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. പത്രോസിനെ നന്നായിട്ട് അറിയുന്ന ദൈവം. ഹല്ലേലൂയ. പത്രോസ് ആമേൻ തന്റെ ജീവിതത്തിൽ അതേ വരുത്തേണ്ടതായ മാറ്റങ്ങളും പത്രോസ് എങ്ങനെ ഇനി മുമ്പോട്ട് പോകണമെന്നും വ്യക്തമായി സ്പഷ്ടമായി ദർശനത്തിലൂടെ അതേ വെളിപ്പെടുത്തി കൊടുത്ത ദൈവം ഇന്ന് രാത്രി നീ ഒരു ഭക്തനാണെങ്കിൽ, നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ആമേൻ വ്യക്തമാക്കി ആമേൻ ശുശ്രൂഷയിൽ കൈപിടിച്ച് ഉയർത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ഹല്ലേലൂയ. നോക്കണമേ, യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണം അറിയാവുന്നത് കൊണ്ടാണ് അവൻ ആ കാര്യം കമ്പി വാചകത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആമേൻ ഒരിക്കലും പാടില്ല. ആരോടാ പറയുന്നത്? കർത്താവിനോടാണ്. ഹല്ലേലൂയ. ആമേൻ. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവിയും ഉണ്ടായിരുന്നു. പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ഹല്ലേലൂയ. അവന്റെ ചിന്താഗതിയില്, അവന്റെ അറിവില്, അവന്റെ പാരമ്പര്യത്തില് കിടക്കുന്നതിന് എല്ലാം ആമേൻ അതെ അന്ന് ആ സമയം സ്വർഗം അവനകത്ത് നിന്ന് എടുത്ത് പുറത്തു കളയുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിലും നിന്റെ ബുദ്ധിക്ക് നിരക്കുന്നതിലൂടെയല്ല, നിന്റെ ചിന്തകൾക്ക് അനുസരിച്ചല്ല, നീ അതെ ശീലിച്ചതിലൂടെയല്ല, ദൈവം പറയുന്നത് അംഗീകരിക്കുക. നീ തയ്യാറായ ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് ആമേൻ എണ്ണാതെ. ഹല്ലേലൂയ. 2ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അതേ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷേകനെ, ആമേൻ, അതേ ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, ആമേൻ, ഒരു ഭർത്താവായിരിക്കാം, ആമേൻ, ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, നീ ആയിരിക്കുന്ന മേഖലയിൽ നീ തകർന്നു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, നീ ഉടഞ്ഞു പോകാതിരിക്കേണ്ടതിന്, ആമേൻ, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ സ്വർഗീയ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലായിരിക്കുന്ന നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക ദൈവം തന്റെ ദൂതനെ അയക്കുവാൻ ശക്തിയുള്ളവനാ. പക്ഷേ യഹോവയോട് എതിർക്കുന്നവർ തകർന്നു പോകുമെന്ന് അവൻ ഇടിവെട്ടിക്കുമെന്ന് പലരും തകർന്നു പോകുവാൻ കാരണമെന്താണെന്നറിയാമോ? പത്രോസിനെ പോലെ ഒരിക്കൽ അതേ ദൈവശബ്ദം കേട്ടിട്ട് പത്രോസിന് ഒരിക്കലും പാടില്ല, കർത്താവേ, അതേ മലിനമോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ എന്ന് സംസാരിച്ച അതേ പത്രോസിനെ പോലെ. പത്രോസിന്റെ ആ സംഭാഷണത്തിന്റെ മുമ്പിൽ അതേ കർത്താവ് നിന്നില്ല, കർത്താവ് വീണ്ടും സംസാരിച്ചു. അതെ, ഇന്ന് രാത്രി അതേ നിന്നെ നന്നായി അറിയുന്നവർ, നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി നിന്റെ അകത്ത് കിടക്കുന്ന ചിന്താഗതിയെ പൊളിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുന്ന രാത്രിയെ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. നിന്റെ വിചാരമാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവത്തിലുള്ള ആ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ നീ ഇന്നും ആയിരിക്കുന്നത്. അവന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയാതെ നീ ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹമുണ്ട് ശുശ്രൂഷയിൽ ഉയരണമെന്ന്. ആഗ്രഹിക്കുന്നത് പോലെ അതേ
നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ് എന്ന നിന്റെ ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നു. ആമേൻ. നിന്റെ ഹൃദയ വിചാരങ്ങളെ നീ തിരുത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ 3-ാം പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഹല്ലേലൂയ. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ചിന്താഗതിയെ തിരുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് നിന്നെ ഇറക്കി അതേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ട് ഇന്ന് രാത്രി ലൈവിലൂടെ ദൈവം നിന്റെ ഹൃദയ വികാരങ്ങളെ കണ്ട് ആമേൻ നിന്നെ ഒതുക്കാൻ നോക്കുന്ന സകല മേഖലകളിൽ നിന്നും നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടുന്ന രാത്രി, ദൈവം നിന്നോട് സംസാരിക്കുന്ന രാത്രി. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. ഇന്ന് രാത്രി നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് അയക്കുവാൻ ശക്തനായവൻ, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന റൂമിനകത്ത് പകരുന്ന രാത്രി അത് അനുഭവിക്കുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഞാൻ അവരെ അയച്ചതുകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ചിന്താഗതിയെ ഒന്ന് ഉടച്ച് ദൈവത്തിന്റെ പ്ലാനിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ ഇറക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞ്, നീ ആമേൻ ഒതുങ്ങി കഴിയേണ്ടവളല്ല, നീ കരഞ്ഞിരിക്കേണ്ടവളല്ല, നീ തകർന്ന് ആമേൻ ഇല്ലാതാകേണ്ടവളല്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി മാറുവാൻ ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടുകയാണ്. അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. ആമേൻ. ഞാൻ അവരെ അയച്ചത് കൊണ്ട് ഒന്നും സംശയിക്കാതെ, പലപ്പോഴും അതേ ദൈവം ആമേൻ അവസരങ്ങൾ തന്നിട്ട് അത് തക്കത്തിൽ വിനിയോഗിക്കുവാൻ കഴിയാതെ അതേ സംശയം നിന്നിൽ ശേഷിച്ചത് കൊണ്ട് ഇതുവരെയും ദൈവം ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് നിനക്ക് ഉയരുവാൻ കഴിയാതെ പോയെങ്കിൽ അതെ ആ സംശയത്തെ അതെ ഇല്ലാതാക്കി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അതെ നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. വേഗം എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. ഹല്ലേലൂയ. സംശയിക്കാതെ അവരോട് കൂടെ പോകുക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങി ചെന്നു. ആമേൻ. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ. ആമേൻ. നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിന് അവർ നീതിമാനും ദൈവഭക്തനും ഹല്ലേലൂയ യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആമേൻ അതെ പ്രസംഗിക്കുവാൻ അറിയുന്ന നിന്നെ ഇറക്കി കൊണ്ടുപോയി അതെ അവസരം തരുവാൻ ദൈവം ശക്തനാണ്. നിന്റെ അകത്തെ ചിന്താഗതി ഒന്ന് മാറണം. ഇന്ന് രാത്രി ഒതുങ്ങിയിരിക്കേണ്ടവനാണ്. നിന്നെ അയക്കുവാൻ ദൈവം ശക്തനാണ്. നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ ചിലതിനെ തിരുത്തുവാൻ, ചിലതിനെ അതെ ഉലയ്ക്കുവാൻ ഇന്ന് രാത്രി നീ തയ്യാറാകുക. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചതല്ല, അവൻ നിന്റെ ചിന്തയല്ല, തമ്പുരാന്റെ ചിന്തയിലേക്ക്, തമ്പുരാന്റെ പ്ലാനിലേക്ക് ഒന്ന് എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുവാൻ നീ തയ്യാറാണോ? ഉൾക്കൊള്ളുവാൻ തയ്യാറാണോ? നിശ്ചയമായും ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. അതെ അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോട് കൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവരോട് കൂടെ പോയി. ആമേൻ. പിറ്റേന്നാൾ കൈസരിലെത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. ഇന്ന് രാത്രി അഭിഷക്തനെ നിന്റെ ആമേൻ പ്രസംഗം കേൾക്കുവാൻ ആമേൻ അനേകര് കൂടിയിരിക്കുന്ന ആമേൻ സദസ്സിലേക്ക് നിന്നെ അയക്കുന്ന സമയം അതെ ആഗ്രഹമായിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു അഭിഷേകം നിന്റെ മേൽ വീഴുന്ന രാത്രി തിരിച്ചറിയുന്ന കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ള അഭിഷക്തനെ, കർത്താവിന്റെ വേലയുടെ
രക്ഷയുടെ മുഖത്ത് ഇറങ്ങി തിരിച്ചിട്ട് അവസരമില്ലെന്ന് ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി ആമേൻ നിന്റെ തലം ഹല്ലേലൂയ അതെ മാറുന്ന ആമേൻ രാത്രിയാണ്. ഹല്ലേലൂയ നിനക്ക് മുമ്പിൽ ഒരു ആമേൻ ഓപ്പൺ ഡോർ ഹല്ലേലൂയ അതെ ഒരു സദസ്സിന്റെ ആമേൻ മുൻപിലേക്ക് നിന്നെ ആമേൻ അയക്കുന്ന സമയം അതെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ ആമേൻ വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ ആമേൻ നിന്റെ വരവ് പ്രതീക്ഷിച്ച് ആമേൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എഴുന്നേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആമേൻ ഇന്നലെ വരെ അനുഭവിക്കാത്ത ആമേൻ ഇന്നലെ വരെ ലഭിക്കാത്ത ആമേൻ ഒരു അവസരം ആമേൻ ഒരു ഭാഗ്യകരമായ അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം അതെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ആമേൻ കൊർന്നേലിയോസിനെ ഉണർത്തി ആമേൻ അതെ കൊർന്നേലിയോസ് അയച്ച ആള് ഉൾക്കൊള്ളുവാൻ പത്രോസ് തയ്യാറാകുന്നതിന് മുമ്പ് അവനൊരു ദർശനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് വ്യക്തമായ ദർശനങ്ങൾ നൽകി കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി പത്രോസിനെ അതെ കൈപിടിച്ച് നടത്തിയതുപോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ ദർശനങ്ങൾ, ആമേൻ ചില ബന്ധങ്ങൾ, ആമേൻ ചില സാധ്യതകൾ ഇന്ന് രാത്രി ചില അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ അതെ ദൈവം ഓപ്പൺ ചെയ്യുക. അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന സഹോദരി ഇന്ന് രാത്രി ദൈവം നിന്നോട് ആലോചന പറയുന്നു. ആമേൻ നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ദൈവം ചില അതെ വെളിപ്പാടുകൾ നൽകാൻ പോകുകയാ. വ്യക്തമായി സ്പഷ്ടമായി ചില ദർശനങ്ങൾ കാണിക്കുവാൻ പോകുകയാ. ആമേൻ ഈ കോറന്റ് അതെ മാറിക്കഴിയുമ്പോൾ അതെ നിന്നെ ചില ഗ്രൂപ്പുകളിലേക്ക് ദൈവം നയിക്കുവാൻ പോകുകയാ. നിന്റെ അതരത്തിലൂടെ അതെ വെളിയിൽ വരുന്ന വാക്കുകൾ ജീവനായി വെളിപ്പെട്ടു വരുവാൻ പോകുകയാ. ചില കുടുംബങ്ങൾ നിന്നിലൂടെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയപ്പെടുവാൻ പോകുകയാണ്. രാത്രി തിരിച്ചറിയുന്നവർ കരം പിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ നോക്കണമേ, മുക്കുവനായിരുന്ന പത്രോസ്, കടൽക്കരയിലായിരുന്ന പത്രോസ് ആമേൻ ഇപ്പോൾ അതെ വ്യക്തമായ ദർശനപ്രകാരം അതെ അവനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂടെ അവൻ കാത്തിരിക്കുന്നവരുടെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അവനെ വണങ്ങുവാൻ തയ്യാറായ സമയത്ത് ആ വന്ദനം ഏറ്റുവാങ്ങുവാൻ തയ്യാറാകാതെ അവൻ പറയുകയാണ്, എഴുന്നേൽക്ക്, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? ഹല്ലേലൂയ അല്പം കൃപയുണ്ടെങ്കിൽ, അല്പം അഭിഷേകമുണ്ടെങ്കിൽ, അല്പപ്രാപ്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ മനോഭാവം ഒന്ന് മാറട്ടെ, കാഴ്ചപ്പാടൊന്ന് മാറട്ടെ. ഹല്ലേലൂയ അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ അവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതെ ദൈവം ഇറക്കുന്ന ഒരു മനുഷ്യന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ പദ്ധതികളും ആവിഷ്കരിച്ച് കൊടുത്തിട്ട് മാത്രമേ ദൈവം ഇറക്കത്തുള്ളൂ. ഹല്ലേലൂയ അതെ മാനവരാശിയെ മുഴുവൻ നിത്യതയ്ക്ക് വേണ്ടി നേടുവാൻ മാനവരാശിയുടെ പാപത്തെ ക്രൂശിൽ ഏറ്റ് അതേ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കിയ കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ അതേ കർത്താവ് അതേ വേർതിരിച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ഹല്ലേലൂയ അതിരും വരമ്പും വാർപാടിന്റെ നടുച്ചുമർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെ ഒന്നാക്കി തീർത്ത കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുന്നവര് ആമേൻ അതിരും വരമ്പും വെച്ചിരിക്കരുതേ. ഹല്ലേലൂയ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ സഭയിലെ ശക്തമായ അതേ പ്രാസംഗികനായ ആമേൻ പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുവാൻ കാരണം അവന്റെ കാഴ്ചപ്പാടിനെ അവന്റെ ചിന്താഗതിയെ ദൈവം തിരുത്തി ദൈവത്തിന്റെ പദ്ധതിയിൽ അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്ലാനിൽ അവൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി തമ്പുരാന്റെ
പ്ലാനിൽ തമ്പുരാന്റെ ആത്മാവിന്റെ നിയോഗത്തോടെ തമ്പുരാൻ അയക്കുന്ന വേദിയിൽ തമ്പുരാൻ നൽകുന്ന സാഹചര്യത്തിൽ ശക്തമായി ദൈവവചനം അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ആര് എവിടെ പ്രസംഗിക്കുമോ അവിടെ മാനസാന്തരങ്ങൾ നടക്കും, അവിടെ രോഗികൾ സൗഖ്യമാകും, അവിടെ നിത്യതയ്ക്ക് വേണ്ടി ആളുകൾ കൂട്ടത്തോടെ ഇന്ന് രാത്രി അപ്രകാരമുള്ള ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവം ഇന്ന് രാത്രി ചിലരെ വിളിക്കുകയാ. അവന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാ. ഇന്ന് രാത്രി ശൗമേൽ തൈലക്കൊമ്പുമായി വന്നതുപോലെ ആ ഈശോയുടെ ഭവനത്തിൽ അതേ ദാവീദ് വന്ന് അഭിഷേകം ഏറ്റെടുത്തതുപോലെ ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവേ ആ അഭിഷേകത്താൽ ഒന്ന് നിറയ്ക്കണമേ, ആ കൃപയാൽ ഒന്ന് നിറയ്ക്കണമേ. ആമേൻ. ഒരു മനുഷ്യന്റെ കരം ഇന്ന് രാത്രി നിന്റെ ശിരസിന്മേൽ വെക്കാതെ സർവശക്തന്റെ ആ നിഴലിന്റെ കീഴിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുവെങ്കിൽ നിശ്ചയമായി നീ ഇരിക്കുന്ന റൂമിനകത്ത് അഭിഷേകത്തെ പകരുവാൻ ദൈവം ശക്തനാ. നിന്നെ വിളിച്ച വേലയ്ക്ക് ശക്തിയോടെ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം നിന്നെ ശക്തരാക്കി മാറ്റുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി അതേ ചലിക്കുന്നു. അത് അനുഭവിക്കുന്നവർ അതേ അത് സ്വീകരിക്കുവാൻ മനസ്സുള്ളവർ ഇന്ന് രാത്രി ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വെളുപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ആമേൻ. അതിന് കൊർന്നല്യോസ് 4-ാം നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കാം. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ച് നീ വന്നതും ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ, ഇരിക്കുന്നത് ആരുടെ മുമ്പിലാ? ദൈവത്തിന്റെ മുമ്പില്. കേൾക്കാൻ പോകുന്നത് ആരുടെ വായിൽ നിന്ന്? ആരുടെ ശബ്ദത്തിലാ? പത്രോസിന്റെ ശബ്ദത്തിലാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ വഴിയിലിട്ട് മറന്നു കളയുന്ന ദൈവമല്ല. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും. ഹല്ലേലൂയ. ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ കഴിവ് നോക്കിയല്ല, നിന്റെ പണം നോക്കിയല്ല, നിന്റെ പ്രാപ്തി നോക്കിയല്ല, നിന്റെ കളറിന്റെ അടിസ്ഥാനത്തിലല്ല, നിന്റെ കുലത്തിന്റെ വലിപ്പം നോക്കിയല്ല, നിന്റെ ആൾബലം നോക്കിയല്ല. അതേ പത്രോസ് പറയുകയാണ്, ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഏത് മനുഷ്യനെയോ അതേ നീതിമാനാക്കുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുവാൻ അതേ യോഗ്യതയുള്ളവനാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ചില കാര്യങ്ങൾ അവൻ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെ ഉണ്ടായ വർത്തമാനം. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. യഹൂദ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവരെ മരത്തിൽ തൂക്കിക്കൊന്നു. ഹല്ലേലൂയ. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ഹല്ലേലൂയ. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം
പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാർക്കും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. സകല പ്രവാചകന്മാരും അതേ ഒന്നുപോലെ സാക്ഷ്യം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് ഈ വാക്കുകളൊക്കെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസഭയുടെ അംഗമായി മാറിയ അതേ പ്രാർത്ഥിക്കുന്ന ഭക്തനായ കൊർന്നേല്യോസ് നിമിത്തം ഒരു കൂട്ടത്തെ ദൈവവചനം കേൾക്കുവാൻ കൂട്ടിയിരുത്തി അവരുടെ നടുവിൽ ദൈവം അയച്ച പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വചനം കേട്ട എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്വീകരിക്കുന്നതും കേൾക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു. ഹല്ലേലൂയ. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ അതേ പത്രോസ്, ഹല്ലേലൂയ, അതേ കൊർന്നേല്യോസ് നിമിത്തം വലിയൊരു കൂട്ടം അതേ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷ ഭാഷണത്തോടു കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ വചനം കേട്ടവരെല്ലാം കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് മുമ്പ് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്നവർക്ക് സ്വർഗീയ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവൻ തന്റെ ദൂതന്മാരെ അതെ അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ രക്ഷയുടെ ദൂതന്മാർ, ഹല്ലേലൂയ, അതേ സുവിശേഷം, ഹല്ലേലൂയ, അതേ പ്രസംഗിക്കുന്നില്ല, മറിച്ച് ദൈവമക്കളിൽ നിന്ന് സുവിശേഷം കേൾക്കാനും രക്ഷിക്കപ്പെടുവാനുമുള്ള ആളുകളെ ഒരുമിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നോക്കണമേ, ദൂതൻ എവിടെയാ വന്നത്? ആമേൻ, കൊർന്നേല്യോസിന്റെ വീട്ടിലാ. ഹല്ലേലൂയ. പിന്നെ ദൂതൻ എവിടെയാ അതേ ചെന്നത്? അതേ പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ വീട്ടിലാ. ഹല്ലേലൂയ. നോക്കണമേ, ദൂതന്മാര് നിമിത്തം ഹല്ലേലൂയ അവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതേ വലിയൊരു കൂട്ടം ദൈവത്തെ വിശ്വസിക്കുവാൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവവചനം, ഹല്ലേലൂയ, അതേ നിമിത്തം അനേകര് രക്ഷ പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പത്രോസിലൂടെ അതേ പ്രവർത്തിച്ച ദൈവം ഈ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ ദാസന്മാർ എവിടെയെല്ലാം ദൈവവചനം ശുശ്രൂഷിക്കുന്നുവോ അവിടെ അനേകര് പാപത്തെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിലൂടെ നിത്യത പ്രാപിക്കുവാൻ, ദൈവസഭയുടെ അംഗമായി മാറുവാൻ, സ്നാനമേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ. ഹല്ലേലൂയ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. നോക്കണം, ചങ്കോട് ചേർന്നിരുന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ എടുത്തെറിയപ്പെട്ടപ്പോൾ അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല, അവന്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യരത്രേ. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ആമേൻ. പത്രോസ് പറഞ്ഞു, എന്നെ നമസ്കരിക്കരുത്. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, ദൂതനെ എന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഏകസത്യ ദൈവത്തെ അല്ലാതെ ആരാധിക്കരുത്. ഹല്ലേലൂയ. അതേ സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കരുത്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തെ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ അതേ ക്രിസ്തുവിനെ പ്രലോഭനത്തിനകത്ത് കൊടുക്കാൻ നോക്കി. ആമേൻ. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. ഈ കാലഘട്ടങ്ങളിലും ഈ കൊറോണ-19 ലോകം മുഴുവൻ അനേകരെ അതേ മൃത്യുവിന് ഇരയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ഹല്ലേലൂയ. യേശു കർത്താവിനെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ നോക്കിയതുപോലെ പലരും നിന്റെ മുമ്പിൽ വന്ന് അതേ പല പ്രലോഭനങ്ങളും അഴിച്ചുവിട്ടേക്കാം. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കണമേ, ക്രിസ്തുവിനെ പ്രലോഭനത്തിൽ സാത്താൻ കുടുക്കാൻ വേണ്ടി ആമേൻ വാക്യം ഭാഗികമായി ഉദ്ധരിച്ചുകൊണ്ടാ വന്നത്. കൃപയാൽ ഇന്നലെ കേട്ടു. ആമേൻ. കർത്താവിന്റെ വരവിന്റെ അടയാളം എന്താ? അന്ത്യകാലത്ത് എന്റെ പേരെടുത്തുകൊണ്ട് പലരും വരും. വചനം കൊണ്ട് വരിക. ഭാഗികമായി വചനമെടുത്ത് വളച്ചൊടിച്ച് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുക. പിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ സൂക്ഷിക്കണം. ഇന്ന് രാത്രി ദൈവവചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ പാപികൾ മാനസാന്തരപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ചേരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ ആമേൻ. അതെ, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു ഭക്തനാണെങ്കിൽ ഹല്ലേലൂയ, അതെ, കൊർന്നല്യോസിനെ പോലെ അതെ നീ വെറും ഒരു ഭക്തനല്ല, ദൈവത്തെ ഭയപ്പെട്ട് അതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ നിന്നിലൂടെ ഒരു കൂട്ടം അതെ വേർതിരിയപ്പെടും നിത്യതയ്ക്ക് വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലങ്ങൾ വാങ്ങിക്കത്തക്ക വിധത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രസംഗിക്കുന്ന നിന്നെ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേലിനെ അതെ എതിരെ രേഖ എഴുതിയുണ്ടാക്കി അവനെ സിംഹത്തിന്റെ ഇരയാക്കുവാൻ രാജാവും അനുയായികളും തയ്യാറായപ്പോൾ അതെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ദാനിയേൽ രാജാവിനോട്, രാജാവേ ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമെന്ന്. ആമേൻ. അതെ, സങ്കീർത്തനം 34:7 പറയുന്നെങ്കിൽ ഹല്ലേലൂയ ദാനിയേൽ പറയുകയാണ്, അതെ രാജാവേ, അതെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ഇന്ന് രാത്രി നീ ഒരു ഭക്തനാണോ? നീ ദൈവഭയത്തോടെ ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? അതെ, തന്റെ ഭക്തന്മാരുടെ ചുറ്റും അതേ പാളയമിറക്കി അതേ ദൂതന്മാരെ അവരുടെ ചുറ്റും ഇറക്കി അവരെ വിടുവിക്കുന്ന ദൈവം തന്റെ ഭക്തനായ ദാനിയേലിന് ഒരു കേടും കൂടാതെ ഹല്ലേലൂയ ആ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദരി, സഹോദര, അഭിഷക്തനെ, നിനക്കൊരു പോറല് പോലും നിനക്കൊരു കേടും കൂടാതെ നിന്നെ സൂക്ഷിപ്പാൻ തന്റെ ദൂതന്മാരെ ഭക്തന് ചുറ്റും ഇറക്കുന്ന ദൈവം ഇന്ന് രാത്രി ആ സ്വർഗീയ ഗവൺമെന്റിന്റെ അതേ ആ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാൻ ലഭിച്ചവൻ കരമടിച്ചു കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തീരു മുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് അതേ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും? അത് ഞാൻ ഒരു കുറ്റവും അവന്റെ സന്നിധിയിൽ ചെയ്തു. ഹല്ലേലൂയ. പീലാത്തോസ് കൈ കഴുകി. ആമേൻ. ഈ നീതിമാന്റെ പേരിൽ ആമേൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഹല്ലേലൂയ. അതെ, പത്രോസ് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചുവെന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അതേ പറയത്തക്ക
വിധത്തിൽ ഹല്ലേലൂയ പത്രോസിനെ കാരാഗൃഹത്തിനകത്ത് നിന്ന് അതേ തന്റെ ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവം, അഭിഷക്തനെ നിനക്കൊരു കേടും കൂടാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ തന്റെ ദൂതനെ അയക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് രാത്രി ഹല്ലേലൂയ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ. ഹല്ലേലൂയ നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. ഹല്ലേലൂയ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അപ്രകാരമാണ്. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ആമേൻ. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, എന്റെ കഴിവ് കൊണ്ടോ, എന്റെ ബലം കൊണ്ടോ, എന്റെ പണം കൊണ്ടോ, എന്റെ പ്രാപ്തി കൊണ്ടോ നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടുമാ. അതിനെ പൊരുതി ജയിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവന്റെ കൽപ്പനയുടെ ശബ്ദം കേൾക്കുന്ന, അവന്റെ വചനം ചെയ്യുന്ന ശക്തരായ അവന്റെ ദൂതന്മാരെല്ലാം യഹോവയെ എന്ത് ചെയ്യണം? വാഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. യഹോവയെ സ്തുതിക്കണം, യഹോവയെ ആരാധിക്കണം. ആരാണ്? അവന്റെ കൽപ്പനയുടെ ശബ്ദം കേൾക്കുന്ന, അവന്റെ വചനം അനുസരിക്കുന്ന ശക്തരായ അവന്റെ ദൂതന്മാരെല്ലാം യഹോവയെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ഹല്ലേലൂയ. നടക്കുമ്പോൾ നിന്റെ ഇടുക്കം വരികയില്ല. ഹല്ലേലൂയ. ആമേൻ. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. ഹല്ലേലൂയ. അനേകർ ഇടറി വീണുകൊണ്ടിരിക്കുമ്പോൾ, അനേകര് അത് ഇടുങ്ങിക്കഴിയുമ്പോൾ, ഹല്ലേലൂയ, അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നീ തകരാതിരിക്കേണ്ടതിന് തന്റെ ദൂതനെ പ്രൊട്ടക്ഷനായി അയക്കുന്ന ദൈവം. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്നെ ഭയപ്പെടുന്നവരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. ഇന്ന് രാത്രി അപ്രകാരം പറയുവാൻ കഴിയുന്നവർ, തിരിച്ചറിവ് പ്രാപിച്ചവർ, അതരങ്ങൾ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതിനവൻ പേടിക്കേണ്ട. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ എലീശയുടെ കൂടെയുള്ള ബാല്യക്കാരൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവനെ ഭയപ്പെടുത്തുന്ന വസ്തുതയാണ് അവൻ കാണുന്നത്. ഇന്ന് രാത്രി പേടിപ്പെടുത്തുന്ന വസ്തുതകൾ ചുറ്റുപാടും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയം കൂടാതെ കണ്ട് കണ്ണുകൾ തുറക്കുവാൻ എലീശ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അത്തിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരുടെ ഭയപ്പാടുകൾ മാറത്തക്ക വിധത്തിൽ, കൂടെയുള്ളവരുടെ ഭയം മാറത്തക്ക വിധത്തിൽ പ്രാർത്ഥന കേൾക്കുന്നതിന്റെ മുമ്പാകെ ആമേൻ എലീശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൂതൻ, ഹല്ലേലൂയ, അതേ കാണത്തക്കവണ്ണം അതേ ബാല്യക്കാരന്റെ കണ്ണെന്ത് ചെയ്തു? തുറന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. അവൻ നമ്മുടെ പാതകളെ നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം അനവധിയുള്ളത് കൊണ്ട് അതിലും കുതിരച്ചവർ മഹാബലന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ആർക്കാണ് കഷ്ടം? ആർക്കാണ് കഷ്ടം? ആരാണ് തകർന്നു പോകുന്നത്? ആരാണ് നശിച്ചു പോകുന്നത്? ആമേൻ. ദൈവപുത്രനെ സ്വീകരിച്ച ആമേൻ സ്വർഗീയ ഗവൺമെന്റ് അതോറിറ്റിയുടെ കീഴിലായിരിക്കുന്ന സ്വർഗത്തിൽ പൗരത്വമുള്ള ഒരു ദൈവ പൈതലിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സഹായത്തിനായി ഈജിപ്തിലേക്ക് പോകുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ എന്റെ സഹായം നൽകുന്ന അതേ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തും. എനിക്ക് സഹായം അവിടെ നിന്നാ വരുന്നേ.
പക്ഷേ അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31:1 കാണുന്നത് ഇങ്ങനെയാണ്: സഹായത്തിനായി ഈജിപ്തിലേക്ക് പോകുന്നവർക്ക് അയ്യോ കഷ്ടം. കുതിരകളിൽ ഇരിക്കുക, രഥങ്ങളിൽ ആശ്രയിക്കുക. കുതിരപ്പടയാളികൾ അവർ വളരെ ശക്തരാണ്. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ എന്ത് ചെയ്യുന്നില്ല? അന്വേഷിക്കുന്നില്ല, നോക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇപ്പോഴോ മിസ്രൈമിലേക്കുള്ള യാത്ര എന്തിനാ? ഹല്ലേലൂയ. ശീഹോരിലെ വെള്ളം കുടിപ്പാനോ? അശൂരിലേക്കുള്ള യാത്ര എന്തിന്? ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് അതേ വിടുതൽ പ്രാപിക്കുവാൻ, അതേ ഒന്ന് കരകയറുവാൻ നീ ആരെയാണ് ആശ്രയിക്കുന്നത്? ഹല്ലേലൂയ. യഹോവയുടെ എതിർക്കുന്നവർ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷക്തന്റെ കൊമ്പുകളെ ഉയർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, തന്റെ അഭിഷക്തന്റെ കൊമ്പിനെ ഉയർത്തുന്ന ദൈവം നിന്റെ തലമുറയെ ഉയർത്തുവാൻ ശക്തനാ. ഹല്ലേലൂയ. കാട്ടിൽ കടന്ന ദാവീദിനെ ഉയർത്തിയ ദൈവം. ഹല്ലേലൂയ. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്ന ദൈവമാണ്. അവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഹല്ലേലൂയ. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വയശക്തിയിൽ ഒരുത്തനും ജയിക്കുകയില്ല. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 11-12 വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കാലുകാലിൽ തട്ടി കണ്ണിനെ കണ്ണിൽ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്വർഗീയ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ കൊർന്നല്യോസിലൂടെ, പത്രോസിലൂടെ യഥാർത്ഥമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം അവരെ ഉപയോഗിച്ചതുപോലെ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ട് വിളിക്കപ്പെട്ട് വിളികേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ അവിടുത്തെ അഭിഷേകത്താൽ ഇന്ന് രാത്രി നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവിനെ പകരണമേ, അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ. ഓ റവന ശബ്ദരകനകസ്യ പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അവരുടെ മേൽ പകർന്ന ആത്മപകർച്ച ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർവാധിക ശക്തിയോടെ കർത്തൃവേലയിൽ പ്രയോജനപ്പെടുക എല്ലാവരെയും അങ്ങ് സഹായിച്ച അതിയോടൊന്ന് പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇന്ന് വഴി നടത്തിയതിനായി രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നവർ ശക്തിപ്പെടട്ടെ. ഇന്ന് രാത്രി പൂർവാധിക ശക്തിയോടെ കർത്തൃവേലയിൽ പ്രയോജനപ്പെടുക. അഭിഷക്തന്മാരെ അങ്ങ് അഭിഷേകത്താൽ നിറച്ചാട്ട് പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കും. സമസ്ത വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി കൊടുത്തു മാനിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുത്. ആമേൻ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സന്തോഷമാണെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലസ് യു. നാളെ ദൈവം അനുവദിച്ചാൽ വൈകിട്ട് 9 മണിക്ക് ലൈവിൽ വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.